ഏയ് കൂൾ കൂൾ. ദൈവം എന്തിനാ പാനിക്കാവുന്നേ? ഇതൊക്കെ ഇപ്പൊ നോർമൽ അല്ലേ? ശ്രീത് എന്തായാലും ഒന്നും അറിയാൻ പോകുന്നില്ല. പിന്നെന്താ? തന്നെ ചേട്ടനെ പോലെയാണ് കണ്ടത്. ഇനി മേല ഇറങ്ങി പോടോ. അല്ലെ ഞാൻ ഇറങ്ങുവാണേ, വീട്ടിൽ നിന്ന് കോൾ വന്നു. അതെ, ഇത് ബാറൊന്നും അല്ല, ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടെന്ന് വെള്ളം അടിക്കാൻ. എടി നീ എന്തിനാണ് ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇതിന് മുന്നേ ഇതുപോലെ കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നല്ലോ. ആരും പറഞ്ഞു പ്രോബ്ലം ഇല്ലായിരുന്നെന്ന്? ഒന്നും പറയണമെന്ന് വെച്ചേ പ്രശ്നം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇനി ഒരുത്തൻ ഈ വീട്ടിൽ വെള്ളം അടിക്കാൻ പാടില്ല. ഓ, നിന്റെ വർത്താനം കേട്ടതൊന്നും ഞാൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിരുത്തി ഓരോ ദിവസം വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. എടി ഇന്ന് എനിക്ക് ഓഫീസിൽ പ്രൊമോഷൻ കിട്ടിയത് അരവിന്ദ് കാരണമാണ്. അപ്പൊ അവനെ വിളിച്ചൊരു പാർട്ടി കൊടുത്തിരിക്കുന്നത് മോശമല്ലേ? വെള്ളം അടിച്ചുള്ള പാർട്ടി മാത്രം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. ശരി, നീ അത് വിട്. നിന്റെ ജോലിയുടെ കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ അവൻ പറഞ്ഞ പോലെ റെസ്യൂമിൽ കറക്ഷൻസ് ഒക്കെ എടുത്ത് ഇന്ന് തന്നെ അയച്ചു കൊടുക്ക്. അത് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആരെയും ഹെൽപ്പ് ഇല്ല ജോലി വാങ്ങിക്കാൻ പറ്റുമെന്നേ ഞാൻ നോക്കട്ടെ. എനിക്കൊരു കോൺഫിഡൻസും ഇല്ല. ഇന്ന് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിലും ടെക്നിക്കൽ റൗണ്ട് ഭയങ്കര ടഫായിരുന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കടോ. ഇതാ ഒരു കാര്യം ചെയ്യും, തൻ്റെ റെസ്യൂം എനിക്ക് അയക്കാം. അയക്കാം. ഞാൻ ഇവിടെ വരേണ്ട കാര്യം ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടില്ല. ആ ആ സെറ്റാണോ? ഓക്കെ ഓക്കെ, ശരി ശരി. രഘു, നമുക്കെന്നാ റൂമിലോട്ട് പോയാലോ? ദേവതി വിടറാ, ദേവതി വിടറാ. എന്നിട്ടെന്ത്? രണ്ടിനെ കൈയോടെ പൊക്കി നാട്ടുകാരെ വിളിച്ച് നാറ്റിച്ച്. നീ എന്തോ വിളി കാണിച്ചത്? പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? വല്ലവൻ്റെ വീട്ടിൽ കയറി പോകണം എൻ്റെ ഭാര്യയെ ഞാൻ അഭിനന്ദിക്കണമായിരുന്നു. അവളുണ്ടല്ലോ, അവളെന്നെ പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയതാണ്. നീയല്ലേ പറഞ്ഞ അവൾക്ക് ഫ്രസ്ട്രേഷൻ ആണെന്ന്? അവൾക്ക് മറ്റേ ഫ്രസ്ട്രേഷൻ ആണ്. നിനക്ക് അത്ര ഉറപ്പാണെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്യാം. ഉറപ്പില്ലാതെ ഞാൻ പറയുകയാ, എന്തായാലും ചെയ്യണം. നിനക്കറിയാമല്ലോ, നിൻ്റെ കൂടെ എന്ത് കാര്യത്തിനും ഞാൻ ഉണ്ടാവും. പോരെ?